നമസ്കാരം. തൃശൂർ സൗത്ത് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ബി.ജെ.പിയുടെ എ.ആർ. ശ്രീകുമാർ എന്ന് പറയുന്ന കൊടുങ്ങല്ലൂരിലെ നേതാവ്, അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ആരോപണങ്ങൾ മുന്നോട്ട് വന്നിരുന്നു. ഈ അദ്ദേഹത്തെ വധിക്കാനുള്ള ശ്രമമടക്കം ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് തൃശൂർ സൗത്ത് ജില്ലാ ബി.ജെ.പിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ.പി. ഉണ്ണികൃഷ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ ഈ എ.ആർ. ശ്രീകുമാർ എന്ന് പറയുന്ന നമ്മുടെ കൊടുങ്ങല്ലൂരിലെ ബി.ജെ.പിയുടെ പ്രമുഖനായിട്ടുള്ള, വർഷങ്ങളോളമായിട്ട് ബി.ജെ.പിയുടെ പ്രവർത്തനത്തിൽ നിൽക്കുന്ന വ്യക്തിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. പക്ഷെ ആ സമയത്ത് തന്നെ ബി.ജെ.പി ഇത് വ്യാജമാണെന്നുള്ള രീതിയിൽ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയൊരു വിഷയം ഉടലെടുത്തിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവം? എന്താണ് സംഭവം? നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ജൂൺ 9 ഈ സംഭവം തുടങ്ങുന്നത്. അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഇത് വ്യാജമായിട്ട് കെട്ടിച്ചമച്ച ഒരു കേസാണെന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളതിൻ്റെ പുറകെ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ജില്ലാ പ്രസിഡന്റാണ്. അത്തരമൊരു തെറ്റുകളിലേക്ക് അദ്ദേഹം പോകില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ശക്തമായ ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളും കൂടെ ഉണ്ടായിരുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകളും പ്രവർത്തകരും ഇതിന് പിന്നാലെ ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് SP-ക്ക് ഇതുമായി ബന്ധപ്പെട്ട് ശ്രീകുമാർജി ഒരു പരാതി കൊടുക്കുകയും അതിൻ്റെ നിരവധിയായിട്ടുള്ള സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ വന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ SP-ക്ക് കൈമാറുകയും ആ ഡാറ്റകളെല്ലാം കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് പോലീസ് ഇതിൻ്റെ പുറകിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസിന് വ്യക്തമായിട്ട് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീകുമാർജി കൊടുത്ത പരാതിയിൽ പറയുന്ന കാര്യങ്ങളും അനുബന്ധ ഘടകങ്ങൾ കൊടുത്ത കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലും ഈ കേസ് വ്യാജമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പോലീസ് കൃത്യമായിട്ട് ഇന്നലെ വൈകുന്നേരം അവർക്കെതിരെ, അതായത് ശ്രീകുമാർജിയുടെ ഭാര്യക്കെതിരെ, ഭാര്യയുടെ കൂടെ ഉണ്ടായിരുന്ന ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഗൂഢാലോചന നടത്തിയ ലാൽകൃഷ്ണക്കെതിരെ ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണ്. ജാമ്യമില്ലാ വകുപ്പിട്ട് കേസ് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ അദ്ദേഹത്തിനെതിരെ ഒരു വധശ്രമം എന്നുള്ള രീതിയിലേക്കുള്ളൊരു കാര്യം പറയുണ്ടായിരുന്നല്ലോ, അത് പരാതിയിലുമുണ്ട്. അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് ആ ഒരു സംഭവം? അത് തികച്ചും യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. കാരണം സ്വത്ത് തട്ടിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ശ്രീകുമാറിനെ വധിച്ചുകൊണ്ടെങ്കിൽ പോലും സ്വത്തുകൾ തട്ടിയെടുക്കുക. കാരണം ഇതിന്റെ പുറകിൽ വൻകൂട സംഘമുണ്ട്. ഇവർ രണ്ടുപേരും മാത്രമല്ല, ഇതിന്റെ പുറകിൽ കൊടുങ്ങല്ലൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള കുറച്ച് വ്യക്തികൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഗൂഢസംഘം ഉണ്ടാക്കിയിട്ടാണ് ശ്രീകുമാറിനെതിരെ തിരിഞ്ഞിട്ടുള്ളത്. കാരണം ശ്രീകുമാർ അതിലൊന്നും വകവെച്ചു കൊടുക്കുന്ന ആളല്ല. കാരണം 10-35 കൊല്ല കാലമായിട്ട് കൊടുങ്ങല്ലൂരിന്റെ രാഷ്ട്രീയ സഭാമണ്ഡലത്തിൽ കടവിറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായ കാര്യങ്ങൾ, അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ കുറെ നാളുകളായിട്ട് ഈ കാര്യങ്ങൾ സംശയമുണ്ട് അദ്ദേഹത്തിന്. പക്ഷെ അത് കൃത്യമായിട്ട് വന്നത് അന്ന് ജൂൺ 9 ശ്രീകുമാർജിയുടെ ഭാര്യ അവിടെ നിന്നും വഴക്കടിച്ച് പോകുന്ന സമയം മുതൽ ഇത് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അതിന്റെ പുറകെ പോകാൻ ശ്രമിച്ചത്. അപ്പോൾ ശ്രീകുമാർജി അടക്കമുള്ള എല്ലാവരും അതിന്റെ പുറകെ പോയി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചുകൊടുത്താണ് കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹത്തെ വധിച്ചുകൊണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ എന്റെ സ്വത്തുകൾ തട്ടിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ യഥാർത്ഥത്തിൽ അവർ വിചാരിച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറെ കാര്യങ്ങൾ പോലീസിന് കൊടുത്തിട്ടുണ്ട്. ആ പോലീസിന് കൊടുത്തിട്ടുള്ള മൊഴികൾ, കോൾ മൊഴികൾ, അങ്ങനെയുള്ള മൊഴികളിലൊക്കെ കൃത്യമായിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഈ ശ്രീകുമാറിന്റെ വധം നടപ്പാക്കണം എന്നുള്ള കാര്യമൊക്കെ മനസ്സിൽ പറയുന്നുണ്ട്. ഇതൊക്കെ വെച്ച് കൊടുത്തപ്പോഴാണ് പോലീസിനും അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യം മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ ഈ കൊടുങ്ങല്ലൂരിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, പ്രത്യേകിച്ച് CPM-ന്റെ അണികൾ ഒരുപാട് ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് പ്രചരണങ്ങൾ ഇങ്ങനെ വ്യാപകമായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു. CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ള ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ്. അത് വീണ്ടും അവരതിനു വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ നടത്തുന്നുള്ള ഒരു യാഥാർത്ഥ്യമാണോ ഇത്? അത് ശ്രീകുമാറിനെതിരെ ഇന്നും നില തുടങ്ങിയതല്ല. ശ്രീകുമാറിനെതിരെ CPM പടയൊരുക്കം തുടങ്ങിയിട്ട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അദ്ദേഹം പനങ്ങാട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവിടെ അവരുടെ തട്ടകത്തിൽ ABVP യൂണിറ്റ് രൂപീകരിച്ച് അതിന്റെ ജനറൽ സെക്രട്ടറി ആയ വ്യക്തിയാണ്. അന്ന് മുതലേ CPM-നും DYFIക്കും ഒക്കെ ഇദ്ദേഹത്തോട് തീരാത്ത പകയുണ്ട്. എന്തൊരു കാര്യം വന്നാലും, എവിടെയെങ്കിലും ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാലോ, എവിടെയെങ്കിലും ഒരാൾ എന്തെങ്കിലും കേസിൽപ്പെട്ടാലോ ഒപ്പം അത് ശ്രീകുമാറിൻ്റെതാക്കി മാറ്റുന്ന ഒരു സംഭവം കുറെ കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് കൊടുങ്ങല്ലൂരിലുണ്ട്. ഇത്തരം ഒരു സംഭവം അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നു, പരാതി കൊടുക്കുന്നു, എന്നെ തല്ലി എന്നൊക്കെ പറഞ്ഞ് പീഡനം നടത്തി എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഏറ്റുപിടിച്ചത് പത്രത്തിലും ചാനലിലും ഒക്കെ വരും. അത് സ്വാഭാവികമാണ്, ഒരു കേസ് എടുത്താൽ വരും, നമുക്കറിയാം. പക്ഷെ ഇത് ഏറ്റുപിടിച്ച് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷം ഒപ്പം CPM ഏറ്റവും കൂടുതൽ ശ്രീകുമാർജിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ വിഷയം എടുത്ത് ദിവസങ്ങളോളം അതിന്റെ പിന്നാലെ അവർ പോയിരുന്നു. എല്ലാവരും ഫേസ്ബുക്കിൽ പോസ്റ്റുകളിലും ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിലും വാട്സാപ്പ് വഴി സന്ദേശം പ്രകടിപ്പിക്കും.
ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഇതോടുകൂടി അദ്ദേഹത്തെ അമർച്ച ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതല്ല സംഭവം. ഇത് കൃത്യമായിട്ടും അവർക്കും കൂടി മാനക്കേടാവുന്ന രീതിയിലാണ് ഇപ്പോൾ കേസ് അന്വേഷണം എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്? AR ശ്രീകുമാർ എന്ന് പറയുന്ന BJP നേതാവിനെ ഈ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു എന്നുള്ളത് പോലീസിന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പോലീസിന് കൃത്യമായിട്ട് ബോധ്യപ്പെടാൻ കാരണം നമ്മൾ സാധ്യമായ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡിജിറ്റൽ തെളിവുകൾ, ആ ഡിജിറ്റൽ തെളിവുകൾ, മറ്റു തെളിവുകൾ, ഇവരെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ സാക്ഷിമൊഴികൾ, അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ കൂടി വെച്ച് നോക്കി ആ പരാതി കൊടുത്തപ്പോൾ ഇതെല്ലാം തെളിവായി സ്വീകരിച്ച്, സാധ്യമായതെല്ലാം തെളിവായി സ്വീകരിച്ചപ്പോൾ പോലീസിന് മനസ്സിലായി ഈ സംഭവം വ്യാജമാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും അദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരെ ആക്രമിച്ചു എന്ന് പറയുന്നതും എല്ലാ തലത്തിലും കെട്ടിച്ചമച്ച കഥകളാണ് എന്നും കൃത്യമായിട്ട് അത് പോലീസിന് മനസ്സിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വ്യക്തവും ശക്തമായ അന്വേഷണം നടത്തി. അതിന് പോലീസുകാർ സ്വാഭാവികമായിട്ടും നല്ല ഒരു അന്വേഷണം ഇതിൽ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം 1 മാസക്കാലമായി ശ്രീകുമാർ പരാതി കൊടുത്തിട്ട് ഈ 1 മാസക്കാലം പോലീസിന്റെ പുറകിൽ അന്വേഷണത്തിലാണ്. ശരിക്കും അന്വേഷിച്ചിട്ടുണ്ട്. SP നേതൃത്വത്തിലും DSP നേതൃത്വത്തിലും ഒക്കെ കൃത്യമായ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ കേസ് നേരെ തിരിഞ്ഞു വന്നിട്ടുള്ളത്. ഈ CPM-ന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ മീഡിയയുടെ മുന്നിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രവർത്തകരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു? അതിൽ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു? 1% പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പോലും, 1%, ഒരാളുടെ ഭാഗത്തുനിന്ന് പോലും ഒരു എതിർ അഭിപ്രായം ഉണ്ടായിട്ടില്ല. കാരണം എല്ലാവർക്കും ശ്രീകുമാർ വിശ്വാസമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, 35 കൊല്ലമായിട്ട് നമ്മുടെ കൊടുങ്ങല്ലൂരിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തകർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ്. കാരണം ഏതൊരു പ്രവർത്തകന്റെ പ്രശ്നമുണ്ടോ, അത് ആ ഒരു പ്രവർത്തകന്റെ മൂക്ക് ഉയർത്തോ ഉടനടി അദ്ദേഹം അവിടെ എത്തും. ആ പ്രവർത്തകന്റെ വിഷയങ്ങൾ പരിഹരിക്കാറുണ്ട് വർഷങ്ങളായിട്ട്. അതുകൊണ്ട് എല്ലാ നേതാക്കന്മാർക്കും എല്ലാ പ്രവർത്തകർക്കും ശ്രീകുമാറിന് വലിയ ഇഷ്ടമാണ്. ശ്രീകുമാർ രാജിവെച്ചു എന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമായിരുന്നു. എല്ലാവരും എന്നെ വിളിച്ചു ചോദിച്ചു. എന്നെ മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട മണ്ഡലം പ്രസിഡന്റുമാരെയും ജില്ലാ ഭാരവാഹികളൊക്കെ എല്ലാ പ്രവർത്തകരും വിളിച്ചു ചോദിച്ചു, എന്തിനാണ് രാജി? ഞങ്ങൾക്കറിയാം അദ്ദേഹത്തെ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും, ഒരാൾ പോലും അതിൽ നിന്ന് വിഭിന്നമല്ല, നേതാക്കളായാലും പ്രവർത്തകരായാലും എല്ലാവരും ഇപ്പോഴും ശ്രീകുമാർ തിരിച്ചു വരണം എന്നാണ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ ഈ ഒരു വിഷയം ഇന്നലെ രാത്രി കേസ് എടുത്ത് ഇന്ന് അത് വൈറലായപ്പോൾ എല്ലാവരും വിളി തുടങ്ങി. ആയിരക്കണക്കിന് പേരെ വിളിക്കുന്നത് എന്താണ്, ഇനി ശ്രീകുമാർക്ക് തിരിച്ചു വരാലോ, ഇപ്പൊ എല്ലാവരും സത്യം തെളിഞ്ഞില്ലേ എന്നുള്ള രീതിയിലാണ് പ്രവർത്തകരും നേതാക്കന്മാർ നിൽക്കുന്നത്. ഈ അദ്ദേഹത്തിനെ വധിക്കാനുള്ളൊരു ശ്രമം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്നു എന്നുള്ളൊരു സംഭവം പ്രവർത്തകരുടെ ഇടയിൽ ഏത് തരത്തിലാണ് അതിനൊരു പ്രവർത്തകർ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? പ്രവർത്തകർ സ്വാഭാവികമായിട്ട് ഇന്ന് രാവിലെയാണല്ലോ ഇതൊക്കെ പ്രചരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി ഈ കാര്യങ്ങളെല്ലാം ഇന്നലെ കേസെടുത്ത വിഷയങ്ങളും അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ശ്രീകുമാറിനെ വധിക്കാനുള്ള ഗൂഢാലോചന പോലും നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിലിപ്പോൾ എല്ലാവരും ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. പിന്നെ അതൊരു കുടുംബ വിഷയം കൂടിയും ആയത് മാത്രമല്ല, ഇതിൽ പുറമേയുള്ള ഒരു ഗൂഢസംഘം. കാരണം നമുക്കറിയാലോ, ഏതാണ്ട് കുറേ വർഷങ്ങളായിട്ട് CPM-കാരോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാരോ അല്ലെങ്കിൽ NDF-കാരോ അങ്ങനെയുള്ള ആര് വിചാരിച്ചിട്ടും തകർക്കാനോ തളർത്താനോ പറ്റാത്തതാണ് ശ്രീകുമാറിന്റെ രാഷ്ട്രീയ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ തകർക്കാം എന്നുള്ള വ്യാമോഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ തകർന്നു പോയത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർക്ക് എല്ലാവർക്കും വലിയ ആവേശം ഉണ്ടായിരുന്നു. അദ്ദേഹം തിരിച്ചു വരണം എന്നാണ് എല്ലാവരും ഇപ്പോൾ